മുടികൊഴിച്ചിൽ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് മുടികൊഴിച്ചിലിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. മുടി മുഴുവൻ ഭാഗത്തുനിന്നും ഒരേപോലെ കൊഴിയുന്നുണ്ടോ, അതോ നെറ്റിയുടെ മുൻഭാഗം, നടുഭാഗം, ഒരു പ്രത്യേക ഭാഗം കനം കുറയുന്നുണ്ടോ? ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മുടികൊഴിച്ചിലിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് മുടികൊഴിച്ചിൽ എപ്പോൾ തുടങ്ങിയെന്ന് നോട്ടീസ് ചെയ്യുക. കഴിഞ്ഞ 2-3 മാസത്തിനിടെ പനി, സർജറി, ഡെലിവറി, ക്രാഷ് ഡയറ്റ്, കടുത്ത സ്ട്രെസ്, പുതിയ മരുന്നുകൾ എന്നിവ ഉണ്ടായിട്ടുണ്ടോ? കാരണം പലപ്പോഴും ഹെയർ ഫോൾ തുടങ്ങുന്നത് ട്രിഗർ ഉണ്ടായതിന് മാസങ്ങൾക്ക് ശേഷമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്കാൽപ്പ് ശ്രദ്ധിക്കുക. ഡാൻഡ്രഫ്, ചൊറിച്ചിൽ, ചുവപ്പ്, പൊടി പോലെ അടരുക, വേദന, ചെറിയ പാടുകൾ എന്നിവയുണ്ടെങ്കിൽ അവയും ഹെയർ ഫോളിന് കാരണമാകാം. അതുകൊണ്ട് സ്കാൽപ്പ് എക്സാമിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ സ്റ്റെപ്പ് സ്വയം ട്രീറ്റ്മെൻറ്റ് തുടങ്ങരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സപ്ലിമെൻറ്റ്സും ഹോം റെമഡീസും എല്ലാവർക്കും ഫലപ്രദമാകില്ല. തെറ്റായ ചികിത്സ കാരണം യഥാർത്ഥ രോഗനിർണയം വൈകാനും സാധ്യതയുണ്ട്. അഞ്ചാമത്തെ സ്റ്റെപ്പ് കാരണം കണ്ടെത്തുക. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, PCOS, ഹോർമോണൽ ചേഞ്ചസ്, സ്ട്രെസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, സ്കാൽപ്പ് ഡിസോർഡേഴ്സ് തുടങ്ങി നിരവധി കാരണങ്ങൾ ഹെയർ ഫോൾ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ആവശ്യമായ ക്ലിനിക്കൽ എക്സാമിനേഷനും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളും കൃത്യമായി ഫോളോ ചെയ്യുക. ഹെയർ ഫോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. വർഷങ്ങളോളം കാത്തിരുന്ന് ഹെയർ ഡെൻസിറ്റി വളരെ കുറഞ്ഞതിന് ശേഷമല്ല ചികിത്സ തുടങ്ങേണ്ടത്. അടുത്ത വീഡിയോയിൽ മുടികൊഴിച്ചിൽ തുടങ്ങുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഷെയർ ചെയ്യും.